ഡേവിഡ് എന്ന പയ്യന് ഒളിഞ്ഞിരിക്കുന്ന ഒരു സൂപ്പർ പവർ ഉണ്ട്. എന്നാൽ തന്റെ ശരീരത്തിൽ ആ സൂപ്പർ പവർ ഒളിച്ചിരിക്കുന്ന കാര്യം ഡേവിഡ് ഇതുവരെയായിട്ടും കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ഒരു ദിവസം ഡേവിഡിന് ചെറുപ്പം മുതലേ മില്ലി എന്ന ഈ പെൺകുട്ടിയെ ഇഷ്ടമാണ്. പക്ഷെ ഇതുവരെ ആ ഇഷ്ടം മില്ലിയോട് തുറന്നു പറയാൻ ഡേവിഡിന് സാധിച്ചിട്ടില്ല. എന്നാൽ എല്ലാ ദിവസവും എന്തെങ്കിലുമായിട്ട് സംസാരിക്കാനായി ഡേവിഡ് മില്ലിയുടെ അടുത്തേക്ക് ചെല്ലും. ഒരു ദിവസം പുള്ളിക്കാരുടെ സ്കൂൾ ലോക്കറിന്റെ അകത്ത് റോമിന്റെ പല ഫോട്ടോസ് ഡേവിഡ് കണ്ടു. അതിനെക്കുറിച്ച് ഡേവിഡ് ചോദിച്ചപ്പോൾ മില്ലി പറയാണ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് റോം സന്ദർശിക്കണമെന്ന്. സ്കൂളിലെ പഠിപ്പൊക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് ഉറപ്പായിട്ടും ഞാൻ റോം സന്ദർശിക്കും. സ്കൂൾ വിട്ട് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയം എന്ന് രണ്ടും കൽപ്പിച്ച് തന്റെ ഇഷ്ടം മില്ലിയോട് തുറന്നു പറയാനായി ഡേവിഡ് തീരുമാനിച്ചു. അതേപോലെ പുള്ളിക്കാരിക്ക് ഒരു സമ്മാനവും ഡേവിഡ് വാങ്ങിച്ചിട്ടുണ്ട്. കൂട്ടുകാരികളുടെ ഒപ്പം സംസാരിച്ചു നിൽക്കുന്ന മില്ലിയെ ഡേവിഡ് വിളിച്ചു. പക്ഷെ പുള്ളിക്കാരി തന്റെ അടുത്ത് വന്നപ്പോൾ ധൈര്യമൊക്കെ ചോർന്നുപോയി. ആക്ച്വലി ഞാൻ നിനക്ക് തരാൻ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അത് തരാനാണ് ഞാൻ വിളിച്ചത്. മില്ലി അത് വാങ്ങിച്ചിട്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ അത് ഈഫിൽ ടവർ ഒക്കെയുള്ള ഒരു മനോഹരമായ സ്നോ ഗ്ലോബ് ആണ്. അത് സമ്മാനമായി കിട്ടിയപ്പോൾ മില്ലിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഡേവിഡ് റൈസ് എന്നാണ് നമ്മുടെ ഹീറോന്റെ മുഴുവൻ പേര്. അപ്പോൾ സ്കൂളിൽ ചില ബുള്ളീസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് കളിയാക്കിക്കൊണ്ട് ഡേവിഡിനെ റൈസ് ബൗൾ, റൈസ് കേക്ക് എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. സ്കൂളിലെ സുന്ദരിയായ പെൺകുട്ടിയാണ് മില്ലി. അപ്പോൾ മില്ലിയോട് ഡേവിഡ് സംസാരിക്കുന്നത് മാർക്ക് എന്ന ഈ തല തെറിച്ചവന് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തോ നാടേ ഇത്, ഒരു പെൺകുട്ടിക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റ് ആണോ ഇത് എന്നൊക്കെ പറഞ്ഞ് മാർക്ക് മില്ലിയുടെ കയ്യിൽ നിന്ന് ഡേവിഡ് നൽകിയ ഗിഫ്റ്റ് തട്ടിയെടുത്തു. എന്നിട്ട് അവനാണെങ്കിൽ പല കാര്യങ്ങൾ പറഞ്ഞ് വളരെ മോശമായിട്ട് ഡേവിഡിനെ കളിയാക്കുന്നുണ്ട്. ഗൈസ്, എല്ലാവരും നോക്ക്, നമ്മുടെ റൈസ് ബോൾ മില്ലിക്ക് നൽകിയ സമ്മാനമാണ് ഇത്. അപ്പോൾ മില്ലിക്ക് നല്ല ദേഷ്യം വന്നു. തമാശ കളിച്ചത് മതി, മര്യാദക്ക് അത് തിരിച്ചു നൽകുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഓ സോറി എന്ന് പറഞ്ഞ് മാർക്ക് അത് തിരിച്ചു കൊടുക്കാനായി ഡേവിഡിനെ തന്റെ അടുത്തേക്ക് വിളിച്ചു. എന്നാൽ ഡേവിഡ് അത് വാങ്ങാനായി വന്നപ്പോൾ മാർക്ക് അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഒരു തടാകം ഐസായ സ്ഥലത്തേക്കാണ് മാർക്ക് സ്നോ ഗ്ലോബ് വലിച്ചെറിഞ്ഞത്. അതായത് അത് ഇനി എടുക്കാൻ പോക്ക് വളരെ ഡേഞ്ചറസ് ആണ്. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ സങ്കടത്തോടെ അത് എടുക്കാനായി ഡേവിഡ് ചെല്ലുകയാണ്. അപ്പോൾ മില്ലി ഡേവിഡിനോട് ഒച്ചത്തിൽ പറയാണ്, ഡേവിഡ് പ്ലീസ്, നീ അങ്ങോട്ടേക്ക് പോകരുത്, അത് വിട്ടേക്ക്, സാരമില്ല, നീ തിരിച്ചു വാ. പക്ഷെ ഇതൊന്നും കാര്യമാക്കാതെ ആ സ്നോ ഗ്ലോബ് ഡേവിഡ് ചെന്നെടുത്തു. പക്ഷെ ഇവിടെ വലിയ ഒരു അപകടം സംഭവിച്ചു. ഡേവിഡ് സ്നോ ഗ്ലോബ് എടുത്ത് തിരിച്ചു വരാനായി ശ്രമിച്ചപ്പോൾ ഡേവിഡ് നിൽക്കുന്ന ഐസ് പൊട്ടിപ്പോവുകയും ഡേവിഡ് തണുത്ത ആ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു. ഇത് കണ്ട് മില്ലി ആകെ ഷോക്കായി. അവിടെയുള്ള ആർക്കും ഡേവിഡിനെ രക്ഷിക്കാനായി കഴിയത്തില്ല. ഡേവിഡ് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് വരാനായി ശ്രമിക്കുന്നൊക്കെയുണ്ട്. എന്നാൽ അവിടെയൊക്കെ ഐസാണ്. അതായത് ഡേവിഡ് തന്റെ മരണം മുന്നിൽ കണ്ടു. മരണമല്ലാതെ തനിക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് ഡേവിഡ് മനസ്സിലാക്കി. എന്നാൽ പെട്ടെന്ന് ഡേവിഡ് ആ ഐസ് വെള്ളത്തിൽ നിന്ന് ഒരു ലൈബ്രറിയിലേക്ക് ടെലിപ്പോർട്ട് ആവുകയാണ്. ലൈബ്രറിയിലെ ആൾക്കാരൊക്കെ ഇത് കണ്ട് ഷോക്കായി. അതേപോലെ എന്താണ് സംഭവിച്ചത് എന്ന് ഡേവിഡിന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ ദിവസമാണ് ഡേവിഡ് തന്റെ സൂപ്പർ പവർ ആദ്യമായി തിരിച്ചറിഞ്ഞത്. അതായത് ഡേവിഡിന് ലോകത്ത് ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും ടെലിപ്പോർട്ട് ആവാം. ഡേവിഡ് ഒരു ജമ്പർ ആണ്. സോ ഗൈസ്, ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിനു മുൻപ് നമുക്ക് ഡേവിഡിന്റെ ഫാമിലിയെ കുറിച്ച് സംസാരിക്കാം. ഡേവിഡിന് വെറും 5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഡേവിഡിന്റെ അമ്മ ഒളിച്ചോടിപ്പോയി. എവിടത്തേക്കാണ് പോയത് എന്ന് ആർക്കും അറിയത്തില്ല. ഡേവിഡിന്റെ അച്ഛനാണെങ്കിൽ ഉത്തരവാദിത്ത ബോധമൊന്നുമില്ലാത്ത ഒരു മുഴുക്കുടിയനാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഡേവിഡിന്റെ അമ്മ ഒളിച്ചോടി പോയത്. വീട്ടിലെത്തിയ ഡേവിഡ് ഒന്നും പറയാതെ റൂമിൽ കയറി കതക് അടച്ചു. ഡേവിഡിന്റെ അച്ഛനാണെങ്കിൽ ഇന്ന് നല്ല ഫിറ്റിലാണ്. കതക് തുറക്ക്, എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്നൊക്കെ ദേഷ്യത്തിൽ അച്ഛൻ വന്നിട്ട് പറയാണ്. ഓഹ്, ഈ നശിച്ച വീട് വിട്ടിറങ്ങിയാൽ എന്ത് സമാധാനമായിരിക്കുമെന്ന് ഡേവിഡ് മനസ്സിൽ വിചാരിച്ചപ്പോൾ ഡേവിഡ് വീണ്ടും വീട്ടിൽ നിന്ന് അതേ ലൈബ്രറിയിൽ ടെലിപ്പോർട്ടായി എത്തി. അപ്പോൾ ആ ലൈബ്രറി ഇപ്പോൾ അടച്ചു പൂട്ടിക്കാനുള്ളത്. കാരണം നേരത്തെ ഡേവിഡ് വെള്ളത്തോടെ ടെലിപ്പോർട്ടായി ഇവിടെ എത്തിയപ്പോൾ അവിടെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡേവിഡിന് ലൈബ്രറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ വീണ്ടും ഡേവിഡ് വീട്ടിലേക്ക് തന്നെ ടെലിപ്പോർട്ട് ചെയ്തു. ജനാലയിലെ കൂടി നോക്കിയപ്പോൾ ഡേവിഡ് കാണുന്നത് തന്റെ മകനെ കാണാതായത് അച്ഛൻ പോലീസിന് കംപ്ലൈന്റ് കൊടുക്കുന്നതാണ്. ഡേവിഡ് തന്റെ അമ്മയുടെ ഫോട്ടോ കണ്ടു. ഈ സമയം ഡേവിഡിന്റെ മൈൻഡിൽ അമ്മയുടെ കാര്യമാണ് ഓർമ്മ വന്നത്. എന്റെ അമ്മക്ക് ഒളിച്ചോടി പോകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും അങ്ങനെ പോയിക്കൂടാ. ബാഗ് ഒക്കെ പാക്ക് ചെയ്ത് ഡേവിഡ് ഈ നാട് തന്നെ വിട്ടുപോകാൻ തീരുമാനിച്ചു. മില്ലി ആകെ സങ്കടത്തിലാണ്. ഡേവിഡിന്റെ ബോഡി പോലും കിട്ടിയിട്ടില്ല. താൻ കാരണമാണ് ഡേവിഡ് മരണപ്പെട്ടത് എന്നാണ് മില്ലി വിശ്വസിക്കുന്നത്. അങ്ങനെ പുള്ളിക്കാരി സങ്കടത്തോടെ പൊട്ടിക്കരയുമ്പോൾ പുറത്തുനിന്ന് എന്തോ ശബ്ദം കേട്ട് അത് നോക്കാനായി മില്ലി പുറത്തേക്ക് ചെന്നപ്പോൾ കാണുന്നത് ഡേവിഡ് തനിക്ക് സമ്മാനമായി നൽകിയ സ്നോ ഗ്ലോബ് ആണ്. മില്ലി ഡേവിഡ് എന്ന ഒച്ചത്തിൽ വിളിച്ചെങ്കിലും ഡേവിഡിനെ അവിടെയൊന്നും പുള്ളിക്കാരി കണ്ടിട്ടില്ല. കാരണം ആ സ്നോ ഗ്ലോബ് അവിടെ വെച്ചിട്ട് ഡേവിഡ് നാട് വിട്ടു. തന്റെ കയ്യിലുള്ള പോക്കറ്റ് മണിയൊക്കെ കൂട്ടിവെച്ച് ഡേവിഡ് മറ്റൊരു നാട്ടിൽ ഒരു ഹോട്ടൽ മുറിയെടുത്തു. മുറിയെടുക്കുമ്പോൾ മാനേജർ പറയുന്നുണ്ട്, എല്ലാ ദിവസവും റെന്റ് നൽകണം, ഡിലേ ആക്കാൻ പാടില്ല. അതേപോലെ മുറിയിൽ വെച്ച് എന്തെങ്കിലും അനാവശ്യ കാര്യം ചെയ്താൽ അപ്പോൾ തന്നെ പിടിച്ച് പുറത്താക്കും. ഓക്കെ, ഇനി നമ്മുടെ ഡേവിഡിന് അറിയേണ്ടത് എങ്ങനെയാണ് തന്റെ സൂപ്പർ
സൂപ്പർ പവർ വർക്ക് ആവുക എന്നതാണ്. അതായത് എങ്ങനെ തന്നെ ടെലിപ്പോർട്ടിംഗ് ശക്തി കൺട്രോൾ ചെയ്യാം. അങ്ങനെ പുറത്തു ചെന്ന് ഡേവിഡ് അത് പ്രാക്ടീസ് ചെയ്യുകയാണ്. അങ്ങനെ ഓൾമോസ്റ്റ് ഡേവിഡ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുത്തു. ഇനി തനിക്ക് പഠിക്കേണ്ടത് ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് ടെലിപ്പോർട്ട് എങ്ങനെ ചെയ്യുക എന്നതാണ്. അതിനായി ഡേവിഡ് രാജ്യങ്ങളുടെ മാഗസിൻ നോക്കുകയാണ്. എന്നിട്ട് അതിലെ ചിത്രങ്ങൾ നോക്കി ഡേവിഡ് അവിടത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യാനായി ശ്രമിക്കുകയാണ്. അങ്ങനെ ഫൈനലി ഡേവിഡ് അതും പഠിച്ചെടുത്തു. ഇനി 4 കാശ് സമ്പാദിക്കണം, അതിനുള്ള വഴിയാണ് കണ്ടെത്തേണ്ടത്. അപ്പോഴാണ് തന്റെ കൺമുന്നിൽ തന്നെ ഒരു ബാങ്ക് ഡേവിഡ് കാണാനിടയായത്. ആ ബാങ്കിൽ ചെന്ന് സെക്യൂരിറ്റിയോട് എനിക്കൊന്ന് മൂത്രം ഒഴിക്കണമായിരുന്നു, ഇവിടെ ടോയ്ലറ്റ് ഉണ്ടോ, അർജന്റ് ആണ് എന്ന് ഡേവിഡ് പറഞ്ഞത്. അങ്ങനെ സെക്യൂരിറ്റി ഡേവിഡിനെ കൂട്ടി ടോയ്ലറ്റ് കാണിച്ചു കൊടുക്കുകയാണ്. ഈ സമയം ബാങ്കിലെ വോൾട്ട് 3-4 സെക്യൂരിറ്റീസ് കൂടി ക്ലോസ് ചെയ്യുന്നത് ഡേവിഡ് കണ്ടു. ആ വോൾട്ടിന്റെ അകത്ത് ഒരുപാട് കാശുമാണുള്ളത്. ഇത് കണ്ടപ്പോൾ ഡേവിഡിന്റെ മൈൻഡിൽ ഒരു ഐഡിയ വന്നു. വേറൊന്നുമല്ല, ആ ബാങ്ക് കൊള്ളയടിക്കുക. അങ്ങനെ താൻ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ നിന്ന് ആവശ്യമുള്ള ടൂൾസ് ഒക്കെ സെറ്റ് ചെയ്ത് ബാങ്കിന്റെ വോൾട്ടിലേക്ക് ടെലിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് കാശ് എടുക്കും, തിരിച്ച് റൂമിലേക്ക് ടെലിപ്പോർട്ട് ചെയ്യും, എന്നിട്ട് ആ കാശൊക്കെ അവിടെ വെക്കും. അങ്ങനെ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ട് ഡേവിഡ് ഒറ്റക്ക് ആ ബാങ്കിലെ വോൾട്ടിലെ കാശ് മുഴുവനും അടിച്ചെടുത്തു. അതായത് ഒറ്റൊരു ദിവസം കൊണ്ട്, അഥവാ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് ഡേവിഡ് ഒരു മൾട്ടി മില്യണയർ ആയി. ഡേവിഡിന്റെ റൂമിൽ നിന്ന് ഒച്ചപ്പാടും ബഹളവും കേട്ട് മാനേജർ വഴക്ക് പറയാനെത്തി. 3 ദിവസത്തെ റെന്റ് ഡേവിഡ് ഇതുവരെ നൽകിയിട്ടില്ല. അപ്പോൾ ഡേവിഡ് ഡോറിന്റെ അടിയിലെ കൂടി റെന്റ് മാത്രമല്ല എക്സ്ട്രാ ടിപ്പും നൽകുകയാണ്. ബാങ്കിലെ ഈ റോബറി കേസ് അന്വേഷിക്കാൻ വന്ന ഓഫീസറാണ് റോളണ്ട്. ബാങ്കിലെ ആർക്കൊക്കെയാണ് അക്കൗണ്ട് ഉള്ളത് അവരുടെ സകല ഡീറ്റെയിൽസ് എനിക്ക് വേണം. അതേപോലെ കഴിഞ്ഞ 6 മാസത്തെ മുഴുവൻ CCTV ദൃശ്യവും എനിക്ക് കിട്ടിയിരിക്കണം. സോ എല്ലാവരുടെയും വിചാരം വലിയ കൊള്ളസംഘമാണ് ഇതിന്റെയൊക്കെ പിന്നിൽ എന്നാണ്. എന്നാൽ അവർക്ക് അറിയത്തില്ലല്ലോ ഒരു സാധാരണ ടീനേജ് പയ്യനാണ് ഇത്രയും വലിയ കൊള്ള നടത്തിയത് എന്ന്. അവർക്ക് ആർക്കും തന്നെ ആ കൊള്ള നടത്തിയ ആളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 8 വർഷത്തിനു ശേഷം ഇപ്പോൾ നമ്മുടെ ഡേവിഡ് താമസിക്കുന്നത് ന്യൂയോർക്കിലെ തന്നെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റിനാണ്. തന്റെ അപ്പാർട്ട്മെന്റിന്റെ അകത്ത് തന്നെ ലക്ഷറി ബൈക്സും ജെറ്റ്സ്കിയും ഒക്കെ കാണാം. അതേപോലെ ചുമരിൽ ഒരുപാട് ഫോട്ടോസ് കാണാം. അത് ഡേവിഡ് ലോകത്ത് എമ്പാടും യാത്ര ചെയ്തപ്പോൾ എടുത്ത ഫോട്ടോസ് ആണ്. അതായത് ഡേവിഡ് ഇനി പോകാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. ലോകത്തെ സകല സ്ഥലങ്ങളിലും ഡേവിഡ് സന്ദർശിച്ചിട്ടുണ്ട്. ഡേവിഡിന്റെ അപ്പാർട്ട്മെന്റിൽ ഒരു സീക്രട്ട് റൂം ഉണ്ട്. അതിലാണ് ഡേവിഡ് ബാങ്കിൽ നിന്ന് മോഷണം നടത്തിയ സകല പണവും സ്വർണവും എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. വൈകുന്നേരങ്ങളിൽ ബോറടിക്കുമ്പോൾ ഡേവിഡ് ക്ലോക്ക് ടവറിന്റെ മണ്ടയിൽ കയറി നഗരത്തിന്റെ വ്യൂ ആസ്വദിക്കും. രാവിലെ അമേരിക്കയിലാണെങ്കിൽ ഉച്ചക്ക് ആഫ്രിക്കയിലാണെങ്കിൽ വൈകുന്നേരം ഈജിപ്തില്. അങ്ങനെ ഒരു അടിപൊളി ലൈഫാണ് ഡേവിഡ് കഴിഞ്ഞ 8 വർഷമായിട്ട് ജീവിക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ ഇനി അത്ര എളുപ്പമായിരിക്കത്തില്ല. നമ്മൾ 8 വർഷം മുന്നേ കണ്ട റോളണ്ട് എന്ന ആള് ആക്ച്വലി ഒരു പോലീസ് ഓഫീസർ ഒന്നുമല്ല. അദ്ദേഹം ഒരു പെലാഡിൻ ആണ്. അപ്പോൾ പെലാഡിൻസ് എന്ന് വെച്ചാൽ ജമ്പേഴ്സ് ആയിട്ടുള്ള അഥവാ ടെലിപ്പോർട്ട് ചെയ്യാൻ ശക്തിയുള്ള മനുഷ്യരെ കണ്ടെത്തി അവസാനിപ്പിക്കുക എന്നതാണ് പെലാഡിൻസിന്റെ ജോലി. അതായത് ഈ ലോകത്ത് ഡേവിഡിന് മാത്രമല്ല ടെലിപ്പോർട്ട് ചെയ്യാനുള്ള ശക്തിയുള്ളത്. റോളണ്ട് ഇവിടെ ഒരു ജമ്പറിനെ അഥവാ ടെലിപ്പോർട്ട് ചെയ്യാൻ ശക്തിയുള്ള ഒരാളെ പിടികൂടി ഷോക്ക് അടിപ്പിച്ച് ക്രൂരമായി കത്തികൊണ്ട് കുത്തിക്കൊന്നു കളയുന്നത് കാണാം. അതിനുശേഷം ഒരു കോൾ വന്നു. സർ, നമ്മൾ വർഷങ്ങളോളമായി അന്വേഷിക്കുന്ന ആ ബാങ്ക് കൊള്ളക്കാരനെ കുറിച്ച് വലിയ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് എത്താമെന്ന് റോളണ്ട് പറഞ്ഞു. ഇവിടെ ഡേവിഡ് അന്നത്തെ ദിവസം ആസ്വദിച്ചതിനു ശേഷം തിരിച്ച് തന്റെ അപ്പാർട്ട്മെന്റിലെത്തി. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഡേവിഡിന് ഒരു കാര്യം മനസ്സിലായി. അതായത് തന്റെ അപ്പാർട്ട്മെന്റിന് താനല്ലാതെ വേറെ ആരോ കേറി കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് റോളണ്ട് ആണ്. അദ്ദേഹം ചുമരിലുള്ള ഡേവിഡിന്റെ ഫോട്ടോസ് ഒക്കെ നോക്കുകയാണ്. ഓഹ്, ഇതാണല്ലേ ദ ഗ്രേറ്റ് ഡേവിഡ്, നീ ഒരു മിടുക്കൻ തന്നെയാണ്. കഴിഞ്ഞ 8 വർഷം നീ ഞങ്ങളെ കബളിപ്പിച്ച് വട്ടം കറക്കി. അപ്പോൾ തന്നെ ഡേവിഡിന് മനസ്സിലായി താൻ നടത്തിയ ബാങ്ക് കോളൊക്കെ മനസ്സിലാക്കി വന്ന ഓഫീസറാണ് ഇത് എന്ന്. എന്നാൽ റോളണ്ട് ഡേവിഡിനോട് പറയാണ്, എന്റെ പേര് റോളണ്ട്, ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യാനൊന്നും വന്നതല്ല, ഞാൻ പോലീസുമല്ല. താൻ പോലീസ് അല്ലെങ്കിൽ ഇതൊക്കെ എന്തിന് ഞാൻ തന്നോട് പറയണം, മര്യാദക്ക് എന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പോകുന്നതാണ് നല്ലത്. അപ്പോൾ റോളണ്ട് പറയാണ്, നിന്റെ വിചാരം എന്താണ്? നിനക്ക് കാലാകാലം നിന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ച് സുഖമായിട്ട് ജീവിക്കാൻ കഴിയുമെന്നോ? നീ ആരാണ്, നീ എന്താണ് എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അതും പറഞ്ഞുകൊണ്ട് റോളണ്ട് ഡേവിഡിനെ ഷോക്ക് അടിപ്പിച്ച് വീഴ്ത്തി. ശരീരത്തിലെ കൂടി കറണ്ട് പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡേവിഡിന് മര്യാദക്ക് ടെലിപ്പോർട്ട് ആവാനും കഴിയുന്നില്ല. ഡേവിഡിന് മനസ്സിലായി റോളണ്ട് അവിടെ വന്നത് തന്നെ കൊല്ലാൻ തന്നെയാണ് എന്ന്. റോളണ്ട് നിർത്താതെ ഡേവിഡിനെ കൊല്ലാൻ വേണ്ടി ഷോക്ക് അടിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവസാനം എന്തോ ഭാഗ്യത്തിന് ഡേവിഡിനെ തന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ദൂരേക്ക് ടെലിപ്പോർട്ട് ചെയ്തു പോകാൻ സാധിച്ചു. ഡേവിഡിനെ മിസ്സായ റോളണ്ട് തന്റെ ടീംമേറ്റ്സിനെ വിളിച്ചിട്ട് പറയാണ്, അവനെ എനിക്ക് മിസ്സായി, പക്ഷെ അവന്റെ ജംപ് സൈറ്റ്സ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം ഡേവിഡിന്റെ അപ്പാർട്ട്മെന്റ് മുഴുവനായിട്ടും റോളണ്ട് പരിശോധിക്കുകയാണ്. അവിടെ വെച്ച് റോളണ്ടിന് മില്ലിയുടെ പഴയ ഫോട്ടോ ലഭിച്ചു. സോ നമ്മുടെ ഡേവിഡ് 8 വർഷത്തിനു ശേഷം തിരിച്ച് തന്റെ നാട്ടിലെത്തി. അച്ഛനെ ദൂരെ നിന്ന് ഡേവിഡ് കണ്ടു, പക്ഷെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാനൊന്നും ഡേവിഡ് ചെന്നിട്ടില്ല. അതിനുശേഷം മില്ലിയെ കാണാനായി ഡേവിഡ് പുള്ളിക്കാരിയുടെ വീട്ടിൽ ചെന്നപ്പോൾ മില്ലിയുടെ അമ്മയാണ് കതക് തുറന്നത്. പുള്ളിക്കാരി ഡേവിഡ്
ഡേവിഡിനെ കണ്ടപ്പോൾ ഷോക്കായി. നീ മരണപ്പെട്ടു എന്നാണ് നമ്മളൊക്കെ കരുതിയതെന്ന് പറഞ്ഞ് മില്ലിയുടെ അമ്മ ഡേവിഡിനെ കെട്ടിപ്പിടിച്ചു. എനിക്ക് മില്ലിയെ ഒന്ന് കാണണമായിരുന്നു എന്ന് ഡേവിഡ് പറഞ്ഞപ്പോൾ അവൾ ഇപ്പോൾ ഇവിടെയല്ല താമസം, മോർട്ടനിലാണ്, അവിടെ ഒരു ബാറിലാണ് അവൾ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അങ്ങനെ മില്ലിയെ കാണാനായി പുള്ളിക്കാരി ജോലി ചെയ്യുന്ന ബാറിലേക്ക് ഡേവിഡ് ചെല്ലുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ദൂരെ നിന്ന് മില്ലിയെ ഡേവിഡ് കണ്ടു. പക്ഷെ പുള്ളിക്കാരിയുടെ അടുത്ത് പോകാനോ സംസാരിക്കാനോ ഒന്നും തന്നെ ഡേവിഡ് തയ്യാറല്ല. ജസ്റ്റ് ദൂരെ നിന്ന് കണ്ടിട്ട് പോകാം. പക്ഷെ ഡേവിഡ് പോകുന്ന സമയത്ത് ഡേവിഡിന്റെ പഴയ ശത്രുവായ മാർക്ക് അവിടെ വന്നു. അവൻ ഡേവിഡിനെ കണ്ടു. ഹേ ഡേവിഡ്, നീയോ? നിനക്ക് എന്നെ മനസ്സിലായോ? ഞാൻ മാർക്കാണ്. നീ മരിച്ചിട്ടില്ലേ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ വല്ല പ്രേതത്തെയാണോ കാണുന്നതെന്നൊക്കെ മാർക്ക് പറഞ്ഞപ്പോൾ സോറി, നിങ്ങൾക്ക് ആള് മാറിപ്പോയി, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞ് ഡേവിഡ് പെട്ടെന്ന് നടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ മാർക്ക് ആണെങ്കിൽ ഡേവിഡിനെ തടഞ്ഞു നിർത്തുകയാണ്. ഒച്ചത്തിൽ എല്ലാവരോടും ഗൈസ് ഡേവിഡ് തിരിച്ചെത്തി എന്നൊക്കെ മാർക്ക് പറഞ്ഞു. അപ്പോൾ അവിടെ ഡേവിഡിനെ കാണാനായി മില്ലി എത്തി. മില്ലി ഒരു ഡേവിഡ് കള്ളം പറയാനൊന്നും നിന്നിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം എന്നെ കണ്ടിട്ട് നീ എന്തേ എന്നോട് സംസാരിക്കാൻ വരാത്തെ എന്ന് മില്ലി ചോദിച്ചപ്പോൾ സോറി, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എന്ന് ഡേവിഡ് പറയുകയാണ്. ഇവിടെ അമിതമായി മദ്യപിച്ച മാർക്ക് മില്ലിയോട് മോശമായി പെരുമാറുകയാണ്. അത് കണ്ട് ദേഷ്യം പിടിച്ച ഡേവിഡ് അവന്റെ മോന്തക്കിട്ട് തന്നെ പഞ്ച് ചെയ്തു. അങ്ങനെ അവര് രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ആവുകയാണ്. പക്ഷെ ആ ഫൈറ്റിൽ മാർക്ക് ഡേവിഡിനെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. അവസാനം ഡേവിഡ് മാർക്കിനെ പിടിച്ച് ഇടിക്കാനേ ശ്രമിച്ചപ്പോൾ അവര് രണ്ടുപേരും ബാങ്കിന്റെ വോൾട്ടിലേക്ക് ടെലിപ്പോർട്ടായി. അവര് ടെലിപ്പോർട്ടായി പോയത് അവിടെയുള്ള ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. മാർക്കിനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര പേടിയായി. നീ എന്നെ എന്താ ചെയ്തേ? നീ ശരിക്കും ആരാണ്? നമ്മൾ ഇപ്പോൾ എവിടെയാണ് എന്നൊക്കെ മാർക്ക് പേടിച്ചിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ തന്റെ ശക്തി ഉപയോഗിച്ച് മറ്റൊരാളെയും ടെലിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഡേവിഡ് ഇന്നാണ് അറിയുന്നത്. അങ്ങനെ മാർക്കിനെ ആ ബാങ്കിന്റെ വോൾട്ടിൽ തന്നെയാക്കി ഡേവിഡ് തിരിച്ചു ടെലിപ്പോർട്ട് ചെയ്തു. മില്ലി ഡേവിഡിനോട് ചോദിക്കാണ്, നീ ഓക്കെ ആണോ? മാർക്ക് എവിടെ പോയി എന്ന്. അവൻ എന്റെ ഇടി കൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെ ഡേവിഡ് മില്ലി ഒരു ഡയലോഗ് അടിച്ചു. അതിനുശേഷം അവര് രണ്ടുപേരും പഴയ കാര്യങ്ങളും കഴിഞ്ഞ 8 വർഷം അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ബൈ ദ വേ, പണ്ട് നീ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടോ? നിനക്ക് റോമിലേക്ക് സന്ദർശിക്കണമെന്നൊക്കെ. എന്തായി? നീ സന്ദർശിച്ചോ? അപ്പോൾ സങ്കടത്തോടെ മില്ലി പറയാണ്, എന്റെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചിട്ടില്ല. ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. എനിവേസ്, നീ ഇപ്പോൾ എന്താ ചെയ്യുന്നത് എന്ന് മില്ലി ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഒന്നും പറയാനൊന്നും ഡേവിഡിന് കിട്ടുന്നില്ല. എന്നിട്ട് ഡേവിഡ് പറഞ്ഞത് ഞാൻ ബാങ്കിങ് സെക്ടറിലാണ് ജോലി ചെയ്യുന്നത് എന്നാണ്. നോ വേ, മാക്സിലി വീക്കായ നീ ബാങ്കിങ് സെക്ടറിലോ? അത്ഭുതം തന്നെ. ഇനി എന്താണ് നിന്റെ പ്ലാൻസ് എന്ന് മില്ലി ചോദിച്ചപ്പോൾ ഡേവിഡ് പറയാണ്, ഇനി കുറച്ച് ലോകം ചുറ്റി കാണണം. ഞാൻ ഇപ്പോൾ ഒരു ലോങ് ലീവിലാണ്. റോമിലേക്കൊക്കെ പോകണമെന്നാണ് എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം. അപ്പോൾ ഇത് കേട്ടപ്പോൾ മില്ലിക്ക് മനസ്സിലായി ഡേവിഡ് തന്നെ കൂടി വിളിക്കുകയാണ് എന്ന്. ഞാൻ വളച്ചിട്ടില്ലാതെ കാര്യം പറയാം, എന്തുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് റോമിലേക്ക് പോയിക്കൂടാ എന്ന് ഡേവിഡ് ചോദിച്ചു. അങ്ങനെ അവര് രണ്ടുപേരും അതേ ദിവസം റോമിലേക്ക് യാത്ര പുറപ്പെട്ടു. അവിടെ എത്തി അവര് റോമിലെ തന്നെ ഏറ്റവും ലക്ഷറിയസ് ഹോട്ടലിലാണ് താമസിക്കാനായി പോകുന്നത്. സോ ഗൈസ്, ഇനി നമ്മുടെ മാർക്കിന്റെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ബാങ്കിന്റെ വോൾട്ടിൽ നിന്ന് അവനെ കണ്ടെത്തിയ സെക്യൂരിറ്റീസ് പോലീസിനെ വിളിച്ചു. അങ്ങനെ വർഷങ്ങളോളമായി അവിടെ നടക്കുന്ന ബാങ്ക് കൊള്ളയൊക്കെ അവന്റെ തലയിലായി. പോലീസ് മാർക്കിനെ അറസ്റ്റ് ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ മാർക്കിനെ കാണാനായി റോളണ്ട് വന്നപ്പോൾ ഓഫീസർ അദ്ദേഹത്തോട് പറയാണ്, മാർക്കിനെ ചോദ്യം ചെയ്യാൻ താങ്കൾക്ക് അനുവാദമില്ല. അപ്പോൾ റോളണ്ടിന് നല്ല ദേഷ്യം വന്നു. ഓഫീസറിനെ അടിച്ചു ബോധം കെടുത്തി. എന്നിട്ട് മാർക്കിനെ ചോദ്യം ചെയ്യാനായി വന്നു. അപ്പോൾ റോളണ്ടിന് അറിയാം ബാങ്ക് കൊള്ളയടിച്ചത് മാർക്കല്ല ഡേവിഡ് ആണ് എന്ന്. അങ്ങനെ മാർക്ക് ഡേവിഡിന്റെ സകല ഹിസ്റ്ററിയും റോളണ്ടിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഡേവിഡിനെ പിടിക്കാൻ റോളണ്ടിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി. ഡേവിഡ് കാമുകിയെ കൂട്ടി റോമിലേക്ക് പോയിട്ടുണ്ട് എന്ന വിവരവും റോളണ്ടിന് ലഭിച്ചിട്ടുണ്ട്. സോ റോമിലെത്തിയ മില്ലിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് ക്ലാസ് വിമാനത്തിലെ യാത്ര, ഏറ്റവും ലക്ഷറീസ് ആയിട്ടുള്ള ഹോട്ടൽ, നീ ശരിക്കും എന്താണ് ചെയ്യുന്നത് എന്ന് മില്ലി ഡേവിഡിനോട് ചോദിച്ചു. അപ്പോഴും ഡേവിഡ് സത്യമൊന്നും പറയാതെ ബാങ്കിങ് എന്ന് തന്നെ പുള്ളിക്കാരോട് കള്ളം പറഞ്ഞു. മാത്രമല്ല ഡേവിഡ് തന്റെ ഇഷ്ടം തുറന്നു പറയുകയും അവര് രണ്ടുപേരും ഇഷ്ടത്തിലാവുകയും ചെയ്തു. അങ്ങനെ അവര് രണ്ടുപേരും റോമിൽ സന്തോഷത്തോടെ എൻജോയ് ചെയ്യുകയാണ്. റോമിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ദ കൊളോസിയം. അത് കാണാനാണ് പലരും റോമിലേക്ക് പോകുന്നത് തന്നെ. എന്നാൽ ഇവർ അവിടെ എത്തിയപ്പോൾ അത് ക്ലോസ് ചെയ്തു. അകത്തേക്ക് പ്രവേശനമില്ല. സെക്യൂരിറ്റി ആയിട്ട് ഡേവിഡ് തർക്കിക്കുമ്പോൾ സാരമില്ല, നമുക്ക് പുറത്തുനിന്ന് കണ്ടാൽ മതി എന്നൊക്കെ മില്ലി പറയുകയാണ്. അപ്പോൾ മില്ലി കാണാതെ ഡേവിഡ് അവിടുന്ന് പോയി. എന്നിട്ട് ദ കൊളോസിയമിന്റെ അകത്ത് ടെലിപ്പോർട്ട് ചെയ്ത് പ്രവേശിച്ചിട്ട് ആരും കാണാതെ ഡോർ ഓപ്പൺ ചെയ്യുകയും മില്ലിയെ അകത്തേക്ക് കൂട്ടുകയും ചെയ്തു. നീ എങ്ങനെ ഈ ഡോർ ഓപ്പൺ ചെയ്തു എന്നൊക്കെ മില്ലി ചോദിച്ചപ്പോൾ ഞാനല്ല ഓപ്പൺ ചെയ്തത്, ഇത് ഓൾറെഡി ഓപ്പൺ ആണ്, വാ നമ്മൾക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് മില്ലിയെ കൂട്ടി അവര് ദ കൊളോസിയമിന്റെ അകത്ത് ചെന്നു. മില്ലി ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ചെറുപ്പം മുതലെയുള്ള തന്നെ സ്വപ്ന സ്ഥലത്താണ് പുള്ളിക്കാരി ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷെ ഇനിയാണ് കുറച്ച് ട്വിസ്റ്റ് നടക്കാനായി പോകുന്നത്. അവര് അകത്ത് കയറിയപ്പോൾ അവിടെയുള്ള ഒരു ഡോർ ലോക്കാണ്. അപ്പോൾ അതിന്റെ അകത്തേക്ക് കയറാൻ അവർക്ക് കഴിയത്തില്ല. മില്ലി, നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഈ ഡോറിന്റെ താക്കോല് അവിടെ എവിടെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ ഡേവിഡ് മില്ലിയെ അവിടെ തനിച്ചാക്കി ആ ഡോർ ഓപ്പൺ ചെയ്യാനായി ചെല്ലുകയാണ്.
എന്നാൽ അവിടെ ഡേവിഡിനെ കാണാനായി ഒരുത്തൻ വന്നു. അവന്റെ പേരാണ് ഗ്രിഫിൻ. അവൻ പെട്ടെന്ന് ടെലിപ്പോർട്ട് ചെയ്ത് ഡേവിഡിന്റെ മുന്നിലേക്ക് വന്നു. അതായത് അവനും ഡേവിഡിനെ പോലെ ഒരു ജമ്പറാണ്. ഗ്രിഫിൻ ഇവിടെ വന്ന് ഡേവിഡിനോട് പറയാണ്, നിന്റെ ജീവിതം അപകടത്തിലാണ്. എന്നാൽ നീ ഇപ്പോൾ നിന്റെ കാമുകയെ കൂടി കൂടെ കൂട്ടിയത് കൊണ്ട് അവളുടെ ജീവനും ഇനി അപകടത്തിലാണ്. അപ്പോൾ അവിടെ പലാഡിൻസ് എത്തുകയാണ്. അതായത് ജമ്പേഴ്സിനെ കൊല്ലുന്ന ആളുകൾ. അങ്ങനെ അവിടെ ഒരു ഫൈറ്റ് നടക്കുകയാണ്. പലാഡിൻസ് ഈ രണ്ട് ടെലിപ്പോർട്ടേഴ്സിനെ കൊല്ലാനായി ഷോക്ക് അടിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരെ ഗ്രിഫിൻ തിരിച്ച് അറ്റാക്ക് ചെയ്യുകയും ഈ സമയം ഡേവിഡ് പെട്ടെന്ന് മില്ലിയുടെ അടുത്തേക്ക് ചെന്ന്, വാ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാം, നമ്മൾ ഇവിടെ കയറിയത് കൊണ്ട് പ്രശ്നമായിട്ടുണ്ട് എന്നൊക്കെ മില്ലിയോട് കള്ളം പറഞ്ഞ് അവർ അവിടുന്ന് പുറത്തിറങ്ങി. എന്നാൽ അവിടെ ഡേവിഡിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തി. മില്ലിയോട് ഡേവിഡ് പറയാണ്, നീ പെട്ടെന്ന് ഹോട്ടലിലേക്ക് തിരിച്ചു പോ, ഞാനും ഇവന്റെ കൂടെ ഉള്ളതാണ് എന്ന് മില്ലി ഓഫീസേഴ്സിനോട് പറഞ്ഞപ്പോൾ ഇവള് കള്ളം പറയുകയാണ്, എനിക്ക് ഇവളെ അറിയത്തില്ല എന്നൊക്കെ മില്ലിയെ രക്ഷിക്കാൻ വേണ്ടി ഓഫീസേഴ്സിനോട് ഡേവിഡ് പറയുകയാണ്. അങ്ങനെ ഡേവിഡ് മാത്രം അറസ്റ്റിലായി. മില്ലിയുടെ വിചാരം ഡേവിഡ് അറസ്റ്റിലായത് ദ കൊളോസിയമിൽ അതിക്രമിച്ചു കയറിയത് കൊണ്ടാണ്. എന്നാൽ അതിനല്ല, പലാഡിൻസിനെ അറ്റാക്ക് ചെയ്തത് കൊണ്ടാണ് ഡേവിഡ് ശരിക്കും അറസ്റ്റിലായത്. ഇവിടെ സ്റ്റേഷനിൽ വലിയ ഒരു ട്വിസ്റ്റ് നടന്നു. ഡേവിഡിന്റെ അമ്മ അവിടെ എത്തുകയാണ്. ഡേവിഡ് മോനെ, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം, നിന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് അമ്മ മോനോട് പറയുകയാണ്. അമ്മയെ കണ്ട് ഡേവിഡ് ശരിക്കും ഷോക്കായെങ്കിലും അമ്മ മോനോട് സംസാരിക്കാനൊന്നും തയ്യാറല്ല. പുള്ളിക്കാരി ഈ കാര്യം പറഞ്ഞ് പെട്ടെന്ന് അവിടുന്ന് സ്ഥലം വിട്ടു. ഡേവിഡ് ഓഫീസേഴ്സ് ആരും കാണാതെ മില്ലിയെ കൂട്ടി സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഡേവിഡിന്റെ പാസ്പോർട്ട് ഓഫീസേഴ്സ് പിടിച്ചു വെച്ചത് കൊണ്ട് തന്നെ തിരിച്ച് നാട്ടിലേക്ക് ഫ്ലൈറ്റിൽ പോകാൻ ഡേവിഡിന് കഴിയത്തില്ല. അതുകൊണ്ട് മില്ലിയെ ഡേവിഡ് എയർപോർട്ടിൽ കൊണ്ടുവിട്ടു. എനിക്ക് ഇപ്പോൾ നാട്ടിൽ വരാൻ കഴിയത്തില്ല, എനിക്ക് ഇവിടെ ചെറിയ ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് മില്ലിയോട് ഡേവിഡ് കള്ളം പറയുകയാണ്. എപ്പോഴും മില്ലിക്ക് ഡേവിഡിന്റെ പല കാര്യത്തിൽ കുറെ സംശയങ്ങളുണ്ട്. നീ ശരിക്കും ആരാണ്, നീ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ മില്ലി ചോദിച്ചു. അപ്പോഴും ഒന്നും പറയാതെ ഡേവിഡ് കള്ളങ്ങൾ പറയുകയാണ്. അങ്ങനെ മില്ലി സങ്കടത്തോടെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. പലാഡിൻസ് റോളണ്ടിനെ വിളിച്ചിട്ട് പറയാണ്, സർ വീണ്ടും നമ്മൾക്ക് അവന്മാരെ രണ്ടുപേരെയും മിസ്സായി, സാരമില്ല അവനെ ഞാൻ തന്നെ വരുത്തിച്ചോളാം എന്ന് റോളണ്ട് പറയുകയാണ്. ഇപ്പോൾ റോളണ്ട് ചെന്നത് വേറെ എവിടെയുമല്ല, ഡേവിഡിന്റെ അച്ഛനെ കാണാനായിട്ടാണ്. അച്ഛൻ ഇപ്പോഴും അറിയത്തില്ല തന്റെ മോന് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന്. അദ്ദേഹത്തിന് സംശയമാണ്. റൊളാണ്ട് ഡേവിഡിന്റെ അച്ഛനോട് ഡേവിഡ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ അവനെ കണ്ടിട്ട് ഞാൻ 8 വർഷത്തിലധികമായി, അവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല, അവനെ കുറെ സ്ഥലങ്ങളിൽ ഞാൻ അന്വേഷിച്ചെങ്കിലും എനിക്ക് അവനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സോ ഇവിടെയാണെങ്കിൽ റോളണ്ട് മറ്റൊരു കാര്യം കൂടി കണ്ടു, ഡേവിഡിന്റെ അമ്മയുടെ ഫോട്ടോ. ഡേവിഡിന് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ അവൾ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഒളിച്ചോടി പോയതാണ് എന്ന് ഡേവിഡിന്റെ അച്ഛൻ റോളണ്ടിനോട് പറഞ്ഞു. ഇവിടെ ഡേവിഡ് ഗ്രിഫിനെ കാണാനായി അവന്റെ സ്ഥലത്തേക്ക് വന്നു. എന്നിട്ട് പലാഡിൻസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയാണ്. അവര് ജമ്പേഴ്സിനെ മാത്രമല്ല കൊല്ലുക, അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെയും അവര് കൊന്നുകളയുമെന്ന് ഗ്രിഫിൻ ഡേവിഡിനോട് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് മാതാപിതാക്കളെ. അത് കേട്ടപ്പോൾ ഡേവിഡിന് പേടിയായി. തന്റെ അച്ഛനെ കാണാനായി 8 വർഷത്തിനു ശേഷം ഡേവിഡ് വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ അവിടെ ഡേവിഡ് കാണുന്നത് ദാരുണമായ ഒരു കാഴ്ചയാണ്. റോളണ്ട് ഡേവിഡിന്റെ അച്ഛനെ കൊന്നുകളഞ്ഞിട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം മാർക്ക് അറസ്റ്റിലായി കിടക്കുന്ന സെല്ലിലേക്ക് ഡേവിഡ് ടെലിപ്പോർട്ട് ചെയ്തു പോവുകയാണ്. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ റോളണ്ടിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന്. അപ്പോൾ പേടിച്ചിട്ട് മാർക്ക് പറയാണ്, സോറി എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ കുറിച്ച് സകല കാര്യങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. ഇനി ഡേവിഡിന് 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്നാമത്തത് മില്ലിയെ രക്ഷിക്കുക, കാരണം റോളണ്ട് മില്ലിയെ കൊല്ലുമെന്ന് ഡേവിഡിന് അറിയാം. രണ്ടാമത്തത് തന്റെ അച്ഛനെ കൊന്ന റോളണ്ടിനെ അവസാനിപ്പിക്കുക. അങ്ങനെ മില്ലിയെ കാണാനായി പുള്ളിക്കാരുടെ വീട്ടിൽ ഡേവിഡ് എത്തി. എന്നാൽ മില്ലി ഇപ്പോൾ ഡേവിഡിനോട് ദേഷ്യത്തിലാണ്. കാരണം ഡേവിഡ് മില്ലിയെ തനിച്ച് എയർപോർട്ടിൽ വിട്ടതുകൊണ്ട്. മില്ലി ഡേവിഡിനോട് പുറത്തു പോകാനായി പറഞ്ഞപ്പോൾ ജനാലയിലെ കൂടി റോളണ്ട് അവിടെ എത്തിയത് ഡേവിഡ് കണ്ടു. അപ്പോൾ മില്ലിയോട് എല്ലാ സത്യങ്ങളും ഡേവിഡ് തുറന്നു പറയുകയാണ്. അതായത് ഞാൻ ബാങ്കർ ഒന്നുമല്ല, ഞാൻ ബാങ്ക് കൊള്ളയടിച്ചതാണ്. അതേപോലെ ഡേവിഡ് ടെലിപ്പോർട്ടർ ആണ് എന്ന് കാണിക്കാൻ ഡേവിഡ് ടെലിപ്പോർട്ട് ചെയ്ത് മില്ലിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പുള്ളിക്കാരി ഷോക്കായി. ഇനി കഥയുടെ ക്ലൈമാക്സിലേക്ക് കടക്കാം. മില്ലിയെ സേഫ് ആക്കാൻ വേണ്ടി മില്ലിയെ ഈജിപ്തിലെ മരുഭൂമിയിൽ ഡേവിഡ് എത്തിച്ചു. എന്നാൽ റോളണ്ടിന്റെ കയ്യിലുള്ള ആ മെഷീൻ വെച്ച് എവിടത്തേക്കാണ് ജമ്പർ ടെലിപ്പോർട്ട് ചെയ്തത് എന്ന് കണ്ടെത്തി അവർക്കും അതേ സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യാനായി സാധിക്കും. അങ്ങനെ റോളണ്ടും ഡേവിഡിനെ കൊല്ലാനായി പിന്നാലെ വരുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, റോളണ്ട് അവസാനം ഡേവിഡിനെ പിടികൂടി. എന്നിട്ട് ഡേവിഡിനെ ഷോക്ക് അടിപ്പിച്ച് തടവിലാക്കുകയും കത്തി കൊണ്ട് കുത്തിക്കൊല്ലാനായിട്ടും പോവുകയാണ്. എന്നാൽ ഡേവിഡ് തന്റെ സകല ശക്തിയും ഉപയോഗിച്ച് ആ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു. കൂടെ മില്ലിയെയും ഡേവിഡ് ടെലിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഡേവിഡ് ആദ്യം ടെലിപ്പോർട്ടായി എത്തിയ ലൈബ്രറിയിലാണ്. പക്ഷെ ഡേവിഡ് ലൈബ്രറിയിലേക്ക് ടെലിപ്പോർട്ട് ആവുമ്പോൾ അടുത്തുണ്ടായ റോളണ്ടും അവിടെ എത്തിയിട്ടുണ്ട്. ഇനി റോളണ്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയേ മതിയാവും. അങ്ങനെ റോളണ്ടിനെ പിടിച്ച് ഡേവിഡ് വലിയ ഒരു ഗുഹയുടെ മുകളിലേക്ക് ടെലിപ്പോർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് റോളണ്ടിനോട് ഡേവിഡ് പറയാണ്, എനിക്ക് താങ്കളെ വേണമെങ്കിൽ സമുദ്രത്തിൽ സ്രാവുകൾക്ക് തിന്നാനായി ഇട്ടുകൊടുക്കാമായിരുന്നു, എന്നാൽ ഞാൻ അത് ചെയ്യുന്നില്ല. ഡേവിഡ് വീണ്ടും മില്ലിയുടെ അടുത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്തു. അതായത് റോളണ്ടിനെ ഡേവിഡ് കൊല്ലാതെ വിട്ടു. പക്ഷേ റോളണ്ടിന് ഇനി ആ സ്ഥലത്തുനിന്ന് രക്ഷപ്പെടാൻ
കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അദ്ദേഹം ആ സ്ഥലത്തുനിന്ന് സർവൈവ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ സംശയമാണ്. കഥയുടെ അവസാനം ഡേവിഡ് തന്റെ അമ്മയുടെ താമസ സ്ഥലം കണ്ടെത്തി. എന്നിട്ട് അമ്മയെ കാണാനായി പോവുകയാണ്. എന്തിനാണ് തന്റെ 5-ാം വയസ്സിൽ അമ്മ തന്നെ ഉപേക്ഷിച്ചിട്ട് ഒളിച്ചോടി പോയത്? അതിന്റെ ഉത്തരം കിട്ടാനാണ് ഡേവിഡ് അമ്മയെ കാണാനായി വന്നത്. അപ്പോൾ ഡേവിഡിന്റെ അമ്മയും റോളണ്ടിനെ പോലെ ജംബേഴ്സിനെ കൊല്ലുന്ന പെലാഡിനാണ്. എന്നാൽ ഡേവിഡിന് 5 വയസ്സുള്ളപ്പോൾ തന്നെ അമ്മക്ക് മനസ്സിലായി തന്റെ സ്വന്തം മകനും ഒരു ജംബർ ആണ് എന്ന്. അപ്പോൾ താൻ മകന്റെ കൂടെ ഉണ്ടായാൽ അത് മകന്റെ ജീവന് തന്നെ ആപത്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അമ്മ ഒളിച്ചോടി പോയത്. മോനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് എന്ന് അമ്മ ഡേവിഡിനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. അങ്ങനെ സത്യങ്ങളെല്ലാം അറിഞ്ഞ ഡേവിഡ് സങ്കടത്തോടെ പോവുകയാണ്. അവിടെ മില്ലി വന്നിട്ടുണ്ട്. മില്ലി ഡേവിഡിനെ സമാധാനിപ്പിച്ചു. ഇവിടെ ഭയങ്കര തണുപ്പ്, എനിക്ക് വേറെ എവിടെയെങ്കിലും പോകണമെന്ന് മില്ലി പറഞ്ഞു. എവിടത്തേക്കാണ് നിനക്ക് പോകേണ്ടത് എന്ന് ഡേവിഡ് ചോദിച്ചപ്പോൾ നീ എന്നെ സർപ്രൈസ് ആക്കിയിട്ട് കൊണ്ടുപോയെന്ന് മില്ലി പറഞ്ഞു. അങ്ങനെ അവര് ആ സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്തു പോവുകയാണ്. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ വീഡിയോ കൂടി ക്ലിക്ക് ചെയ്ത് കാണൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.